തിരുവനന്തപുരത്ത് കനത്ത മഴയെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകളിൽ മാറ്റമില്ല. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. എറണാകുളത്ത് രാത്രി മുഴുവൻ ഇന്ന് മഴ പെയ്തു. ഇന്ന് തെക്കൻ കേരളത്തിലും മധ്യകേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. നാളെ മുതൽ വടക്കൻ കേരളത്തിലും മഴ കനക്കും. സാന്ത്വന രാജു നമുക്കൊപ്പമുണ്ട്. സാന്ത്വന, എന്തായാലും മഴ കനക്കും എന്ന കാര്യമാണ് അലേർട്ട് അങ്ങനെയാണ്. ഇനിയിപ്പോൾ അവധി ഉണ്ടോ എന്നുള്ള ചോദ്യമായിരുന്നു. തിരുവനന്തപുരത്ത് കനത്ത മഴയാണ്, അതിനെ തുടർന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി കൊടുത്തിട്ടുണ്ടല്ലേ? ശ്രുതി, പാർവതി, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തെ എറണാകുളത്തെ കാര്യം പറഞ്ഞു. എറണാകുളത്ത് ഇന്നലെ രാത്രി മുതൽ മഴയായിരുന്നു. എന്നാൽ തിരുവനന്തപുരത്തും ഏതാണ്ട് സമാന സാഹചര്യം തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ് തിരുവനന്തപുരത്തുള്ളത്. അതിന് ഇതുവരെയും ഒരു ശമനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ തിരുവനന്തപുരം ജില്ലയ്ക്ക് രാവിലെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ആയിരിക്കുമെന്നുള്ളൊരു കാര്യമാണ് നിലവിൽ രാവിലെ അറിയിപ്പ് വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാകില്ല എന്നുള്ളൊരു അറിയിപ്പ് കൂടി ഇതിന്റെ കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് വളരെ ശക്തമായ മഴ തന്നെയാണ് ഇന്നലെ. തിരുവനന്തപുരത്ത് മാത്രമല്ല, തെക്കൻ ജില്ലകളിലൊക്കെ തന്നെയും ശക്തമായ മഴയാണ് ഇന്നലെ പെയ്തത്. അത് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ എല്ലായിടങ്ങളിലും ശക്തമായ മഴയാണ്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ തന്നെയും ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ തുടങ്ങിയ മഴയാണ്. അത് തോരാതെ ഇങ്ങനെ പെയ്യുകയാണ് എന്നുള്ളതാണ്. ഇപ്പോഴും നമുക്ക് കാണാം, വളരെ ശക്തമായല്ല എങ്കിൽ പോലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തോരുന്നില്ല എന്നുള്ളതാണ്. പലയിടങ്ങളിലും ചെറിയ രീതിയിലാണെങ്കിലും താഴ്ന്ന പ്രദേശത്തൊക്കെ ചെറിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഭീഷണിയൊക്കെ തന്നെയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എവിടെയും അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഈ മഴ മാത്രമല്ല, ശക്തമായ കാറ്റിനുള്ള സാധ്യതയുണ്ട് എന്നുകൂടി ഇന്നലെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നതാണ്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നായിരുന്നു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണയൊക്കെ തന്നെ മഴ ശക്തമായി പെയ്തപ്പോൾ നമ്മൾ കണ്ടതാണ്. മഴയ്ക്കൊപ്പം തന്നെ വീശിയടിക്കുന്ന കാറ്റാണ് എല്ലായിടങ്ങളിലും നാശനഷ്ടം വിതച്ചത്. അപ്പോൾ ഇത്തവണയും കാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത എല്ലാവരും പുലർത്തണമെന്ന ഇന്നലെ തന്നെ ഒരു അറിയിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കാറ്റുമായി ബന്ധപ്പെട്ടും ഇതുവരെയും നിലവിൽ മറ്റ് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്ത് നിന്നും ആശ്വാസകരമായ ഒരു കാര്യം പങ്കുവയ്ക്കാനുള്ളത്. ഇനി മൊത്തത്തിലുള്ള സംസ്ഥാനത്ത് ഉടനീളമുള്ള ഒരു അലേർട്ടിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ 8 ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പുള്ളത്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിലാണ് യെല്ലോ അലേർട്ടാണ് നൽകിയിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് യെല്ലോ അലേർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാളെ കൂടി മഴ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ് നിലവിൽ ലഭിച്ചിരിക്കുന്നത്. നാളെ അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ മുന്നറിയിപ്പ് വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് നാളെയും കൂടിയാണ് അലേർട്ട് ഉള്ളത്. നാളെ ഇപ്പോൾ ഇന്ന് തെക്കൻ ജില്ലകളിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലുമാണ് മഴ കനക്കാനുള്ള സാധ്യത ഉള്ളത് എന്നാണ് അലേർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാകുന്നത്. നാളേക്ക് വരികയാണെങ്കിൽ നാളെ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിൽ കൂടുതൽ മഴ ലഭിക്കാനുള്ള സാധ്യതയാണുള്ളത്. ഈ മഴയുടെ കാരണമായി പറയുന്നത് ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദമാണ്. ന്യൂനമർദ്ദം ഇന്നലെ അത് ചക്രവാത ചുഴിയായിരുന്നു. അപ്പോൾ വരും മണിക്കൂറിൽ അത് ന്യൂനമർദ്ദമാകുമെന്ന് ഇന്നലെ തന്നെ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു സ്വാധീന ഫലമുണ്ട്. അതുപോലെ തന്നെ പസഫിക് സമുദ്രത്തിൽ ചുഴലിക്കാറ്റിന്റെ ഒരു സ്വാധീനവും നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ രണ്ടിന്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് ഇപ്പോൾ മഴ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് നാളെ വടക്കോട്ട് സഞ്ചരിക്കുകയാണ്. അതുകൊണ്ടാണ് വടക്കൻ കേരളത്തിലും നാളെ വലിയ മഴയ്ക്കുള്ള സാധ്യത പ്രവചിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത അലേർട്ട് വരാനുള്ളത് 10 മണിക്കാണ്. അപ്പോൾ ഈ യെല്ലോ അലേർട്ട് ഓറഞ്ച് അലേർട്ടായി ഉയർത്തുമോ എന്നുള്ള കാര്യത്തിലൊന്നും നിലവിൽ വ്യക്തതയില്ല. എന്തായാലും മഴയുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത എല്ലാവരും പുലർത്തണം എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഡാമിന്റെ തീരത്തൊക്കെ താമസിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതയും പുലർത്തണം. പിന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് കഴിഞ്ഞ ദിവസം തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാളെ വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തീരദേശത്ത് താമസിക്കുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രത പുലർത്താനും നിലവിൽ നിർദ്ദേശം. തീർച്ചയായിട്ടും ജാഗ്രത പുലർത്തണം. അപ്പം കനത്ത മഴയാണ്. തിരുവനന്തപുരത്ത് കനത്ത മഴയുണ്ട്. അപ്പോൾ അവധിയുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് തിരുവനന്തപുരം ജില്ലയിൽ അവധിയുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ്. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളാണ് സ്വാന്തന സാജു നൽകിയത്.